ഹലോ ഫ്രണ്ട്സ്, ശാന്തിനി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കേരമീനുണ്ടല്ലോ, അത് നമുക്കൊരു നാടൻ മുളകിട്ട കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, വേഗം കറി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് കത്തിക്കട്ടെ. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അതിന് വേണ്ടി ഞാൻ ഒരു 8 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 8 എണ്ണം എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എടുത്തിട്ട്, നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് അത്രയേ എടുത്തിട്ടുള്ളൂ. പിന്നെ മുളകിട്ട കറിയല്ലേ, എരിവുണ്ടാവുമല്ലോ. കറിവേപ്പില കുറച്ച്, ഒരു 700 ഗ്രാം മീനാണ് കേട്ടോ ഇത്. ഈ കേര മേടിച്ചാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 700 ഗ്രാം ഉണ്ട് ഈ മീൻ. അതിന് വേണ്ടി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരിത്തിരി വലിയ ടീസ്പൂണാണ്, അതിന് 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അതിന് വേണ്ട പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാവരും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കുടംപുളിയാണ്, നല്ലൊരു കുടംപുളിയാണ്, നാടൻ കുടംപുളിയാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും മീനിന്. പുളിയുടെ അനുസരിച്ചാണ് മീനിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നാടൻ മീൻ കറിയാണ് കേട്ടോ. ചട്ടി ചൂടാവട്ടെ, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ചൂടായിക്കോട്ടെ. അതിനകത്ത് മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കറി വളിച്ചു പോകും, പുറത്ത് വയ്ക്കാനൊന്നും പറ്റുമൊന്നുമില്ല നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. രണ്ട് 3 എണ്ണം മതി കേട്ടോ ഉലുവ, അധികം ഒന്നും ഇട്ട് പോകരുത് കേട്ടോ. ഒരു 3-4 എണ്ണ ഇട്ടാൽ മതിയാവും. അത് പൊട്ടിക്കോട്ടെ. അധികം ഉലുവയൊന്നും ഇട്ട് കളയരുത് കേട്ടോ. ചൂടായിക്കോട്ടെ. മുരിങ്ങില്ലെങ്കിൽ മീൻ കഴിക്കും, അതുകൊണ്ടാണ് പൊട്ടിക്കോട്ടെ എന്ന് പറയുന്നത്. നല്ല മൂത്ത് കഴിഞ്ഞാൽ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പം അത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. വെള്ളം മൂക്കോട്ടെ കേട്ടോ. നല്ലോണം ബ്രൗൺ കളറാണ്, അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ പച്ച കടിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അത് ബ്രൗൺ കളറായിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം.
പുളി നല്ല പുളിയാണ് കേട്ടോ ഇത്. നല്ലോണം നമുക്ക് അത് കടിച്ച് തിന്നാൻ പറ്റിയ പുളിയാണ്. ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് സബ്സ്ക്രൈബ് തരിക. വേറെ ഒന്നും ചോദിക്കാനല്ലോ, ഒരു സബ്സ്ക്രൈബ് അല്ലേ ഞാൻ ചോദിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമല്ലേ. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വിടണം, കമൻറ്റ് വിടണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്ക് തിളക്കുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പരപ്പ് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ പിറക്കിയിടാം കേട്ടോ. തിളക്കുന്നുണ്ട്, ഇതെല്ലാം പിറക്കിയിടാം. ഒന്ന് താത്തി വെച്ച് കൊടുക്കാം. ഇതിനകത്ത് അരപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയാണ്. അമർത്തി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി തിളച്ച് വരുമ്പോഴേക്കും എല്ലാം റെഡിയാവും. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത്. ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് വിടുവോ, അഭിപ്രായങ്ങൾ എഴുതി വിടുവോ, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അതാണ്, വേറെ ആരുമില്ല കൂട്ടിന്. നല്ലോണം തിളച്ചോട്ടെ. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കി നമുക്ക് വാങ്ങി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. തിളക്കാനുണ്ട്, വെയിറ്റ് ചെയ്യാം നമുക്ക് ഒന്നും കൂടി. ഇപ്പോൾ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. വേണ്ട, നല്ല അടിപൊളി മീൻകറിയാണ്. നമുക്കൊന്ന് പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കാം. കണക്കായിരിക്കും ഇട്ടേക്കുന്നത്, എന്നാലും നമ്മളൊന്ന് നോക്കണമല്ലോ. മീൻകറിയൊക്കെ വെച്ചാൽ ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവർക്ക് വിളമ്പണ്ടല്ലേ. നമ്മളൊന്ന് നോക്കേണ്ടത് കടമയാണ്. അടിപൊളി കറിയാണ് കേട്ടോ. ഇത്തിരിയും കൂടി വറ്റാനുണ്ട്, ഒന്ന് വറ്റിക്കോട്ടെ. ഒന്നുകൂടി മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോഴേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. നാടൻ രീതിയിലെ മീൻകറിയാണത്. ഇത് നമുക്ക് 2-3 ദിവസം പുറത്ത് വെച്ചാലും ചീത്തയാകാത്തൊരു മീനാണ്. എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തൊരു മീൻ. പുറത്ത് വെച്ചാൽ അവിടെ ഇരുന്നോളും. നമുക്ക് ആവശ്യത്തിന് ചൂടാക്കി എടുത്താൽ മതി. ഇഞ്ചിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ കറി ചീത്തയാവില്ല. അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതിനു മുമ്പ് എനിക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യണം. വീണ്ടും പറയുകയാണ്. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.